നമസ്തേ. നമ്മൾ സന്ധി എന്ന പദത്തിന് അർത്ഥം നമ്മൾ നോക്കി. ഇനി പല 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 തലങ്ങളിലുള്ള സന്ധിയുണ്ട്. നമ്മളും ഒരിടത്ത് വന്ന ആൾക്കാരെ ഒന്ന് നമ്മൾ ഗ്രൂപ്പായിട്ട് ആക്കുകയാണെങ്കിൽ, ഇപ്പോൾ കന്നഡ ഉള്ളവർ, കന്നഡ ഇല്ലാത്തവർ, ചുരിദാർ ഇട്ടവർ, സാരി ഇട്ടവർ, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ പല പല തരത്തിൽ നമുക്ക് അവരെ തിരിക്കാം. അതേപോലെ തന്നെ സന്ധിയും പല പല തരത്തിൽ നമുക്ക് പിരിക്കാം. ഇന്നിപ്പോൾ നമ്മൾ 2 തരം സന്ധികൾ നമുക്ക് നോക്കാം. അന്തഃ സന്ധിഹി, ബഹി സന്ധിഹി. ഒരു പദത്തിൻ്റെ ഉള്ളിൽ ഒരു പദം എടുത്തു കഴിഞ്ഞാൽ ആ പദത്തിൻ്റെ ഉള്ളിലുള്ള സന്ധിക്കാണ് നമ്മൾ അന്തഃ സന്ധിഹി എന്ന് പറയുന്നത്. ബഹി സന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പദങ്ങൾ കൂടി ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന സന്ധി. ഇപ്പോൾ ഉദാഹരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ചിന്മയഃ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത ഉദാഹരണമാണ്. ചിന്മയഃ എന്ന ഒരു പദമാണല്ലോ ഇത്, ചിന്മയഃ. ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഈ ന എന്നുള്ളത് ശരിക്കും ത് ആയിരുന്നു, ത് ആണ് ന ആയി മാറിയിരിക്കുന്നത്. ചിത്ത് പ്ലസ് മയഃ, ചിന്മയഃ. അപ്പോൾ ഒരു പദം, ആ പദത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സന്ധി ആയതുകൊണ്ട് അതിന് അന്തഃ സന്ധിഹി. വേറൊരു ഉദാഹരണം, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നാമമാണ് ശിവഭഗവാന്റെ ശങ്കരഃ. ശങ്കരഃ, ശരിക്കും ശങ്കരഃ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ശങ്കരഃ. പലപ്പോഴും പലരും ഷായിൻ്റെ മുകളിൽ ഒരു കുത്തിടും, എന്നിട്ട് എഴുതും ശങ്കരഃ. ശരിക്കും എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ, ഈ പദത്തിൻ്റെ ഉള്ളിൽ എന്താണ്? ഷം പ്ലസ് കരഹ. ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗളം, കരഹ ചെയ്യുന്നവൻ, മംഗളത്തിനെ ചെയ്യുന്നവൻ, അവനാണ് ശങ്കരഃ. അപ്പം ഇത് രണ്ടും ചേരുമ്പോൾ, ഈ ഷമ്മും കരഹ എന്ന് ചേരുമ്പോൾ ഈ ഇം എന്നുള്ള അനുസ്വാരത്തിന് മാറ്റം വരുന്നു. അത് ക വർഗത്തിലെ അവസാനത്തെ അനുനാസികം ഖ ഖ ഗ ഘ ങ, ആ ങ് ആയി അത് മാറുന്നു. അപ്പം ഇതും ഒരു പദത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സന്ധി ആയതുകൊണ്ട് അതിന് അന്തഃ സന്ധിഹി. ഇതിൻ്റെ നിയമം കൂടി ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ച് മുന്നോട്ട് പോകാം. അനുസ്വാരം കഴിഞ്ഞിട്ട് വരുന്ന ഏതാണോ അക്ഷരം, ആ അക്ഷരം വർഗാക്ഷരമാണെങ്കിൽ ആ വർഗാക്ഷരത്തിൻ്റെ അനുനാസികം ആയി മാറും ഈ അനുസ്വാരം. ഇവിടെ അനുസ്വാരം വരുന്നുണ്ട്, ഷ ഷ് ഈ കുത്തിനാണല്ലോ നമ്മൾ അനുസ്വാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ക ആണല്ലോ, ക കവർഗം. അപ്പം ഈ കവർഗത്തിലെ അനുനാസികം ഏതാണ്? ക ഖ ഗ ഘ ങ. അപ്പം ഈ അനുസ്വാരം ഈ അടുത്ത വരുന്ന അക്ഷരത്തിൻ്റെ വർഗ അക്ഷരത്തിൻ്റെ അവസാനത്തെ അക്ഷരമായി മാറും. അതാണ് ങ്, ശങ്കരഃ. വേറൊരു ഉദാഹരണമാണ് ഗംഗ. ഗം ഗാ, ഗം ഗാ, ഗംഗ. കളകളനാദം ഒഴുകിക്കൊണ്ട് ഇങ്ങനെ ഒഴുകുന്നവളാണ് ഗംഗ. ഗം ഗാ ചേരുമ്പോൾ ഇത് അനുസ്വാരമാണ്. അപ്പം അനുസ്വാരം കഴിഞ്ഞ് വരുന്നത് ഗ. ഗ എന്നത് വർഗാക്ഷരത്തിൽ വരുന്നതാണല്ലോ, ക വർഗത്തിലെ ഒരു അക്ഷരമാണ് ഗ. അപ്പം ആ വർഗത്തിലുള്ള അനുനാസികം ഏതാണ്? ഇത് തന്നെയാണ്. ഗാവും കവർഗത്തിലാണല്ലോ വരുന്നത്. കവർഗത്തിലെ അവസാനത്തെ അക്ഷരം ങ തന്നെയാണ്. അതുകൊണ്ട് ഇത് ചേരുമ്പോൾ ഈ അനുസ്വാരം എന്തായി മാറും? ങ ആയിരിക്കും. ഗംഗ. ഇതാണ് ശരിക്കും ഗംഗ എന്ന് എഴുതേണ്ട രീതി. ഗംഗ. കുത്ത്, കുത്തിന് പകരം ഈ കുത്ത് എന്തായി മാറുന്നു? ഈ ങ. ഇത് നമ്മൾ ഇവിടെ ഒരു കുത്ത് വേണം, അല്ലെങ്കിൽ അത് ഡ ആയി പോവും. യെസ് ചെയ്തിട്ട് അതിലൊരു സൈഡിലൊരു കുത്ത്. അപ്പം ഗംഗ. ഇതും ഈ ഗംഗ എന്ന പദത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നത് കൊണ്ട് ഇതിന് അന്തഃ സന്ധിഹി. ശരി, ഇനി 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിന് ബഹി സന്ധി എന്ന് പറയുന്നു. പദത്തിന് പുറത്ത് നടക്കുന്ന സന്ധിക്ക് നമ്മൾ ബഹി സന്ധി. ഉദാഹരണം, നമ്മൾ എപ്പോഴും ചൊല്ലുന്ന മന്ത്രം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വരഃ. ഇപ്പോൾ ഗുരുഹു ബ്രഹ്മ എന്ന് നമ്മൾ ചേർക്കുമ്പോൾ ഈ ഗുരു കഴിഞ്ഞിട്ട് വരുന്ന ഈ വിസർഗം, ഇത് രണ്ടും ചേരുമ്പോൾ എന്താകും? ഇറായി മാറും. ഗുരുഹു ബ്രഹ്മ ഗുരുർ ബ്രഹ്മ എന്ന് മാറുന്നു. അപ്പം ഇത് രണ്ടും 2 പദങ്ങളാണല്ലോ, പദത്തിൻ്റെ ഉള്ളിലല്ല സംഭവിക്കുന്നത്. ഗുരുഹു എന്ന ഒരു പദമാണ്, ബ്രഹ്മ എന്നുള്ള ഒരു പദമാണ്. ഇപ്പം 2 പദവും ചേരുമ്പോൾ പദത്തിന് പുറത്ത് നടക്കുന്നു സന്ധി. അതുകൊണ്ട് തന്നെ ബഹി സന്ധിഹി. വേറൊരു ഉദാഹരണം, ഗുരുഹു വിഷ്ണുഹു.
ഇവിടെയും ഗുരു വിസർഗം, അത് കഴിഞ്ഞിട്ട് വിഷ്ണു വരുന്നു. അപ്പോൾ ഈ വിസർഗം ഇറായി മാറുന്നു. ഗുരുർ വിഷ്ണുഹു. ഇതും രണ്ട് പദം, ആ പദത്തിന് തമ്മിൽ നടക്കുന്നു, പദത്തിന് പുറത്ത് നടക്കുന്നത് കൊണ്ട് അതിന് ബഹി സന്ധിഹി. അപ്പോൾ സന്ധി രണ്ട് വിധം നമ്മൾ ഈ ക്ലാസ്സിൽ കണ്ടു. ഒന്ന് അന്തഃ സന്ധിഹി, രണ്ടാമത്തത് ബഹി സന്ധിഹി. ഇനിയും വേറെ സന്ധികളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.